നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രാഷ് കോഴ്സിനകത്ത് മാപ്പ് മുതലുള്ള ഈ ഒരു പോർഷനാണ്. മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിങ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഇത്രയും പോർഷൻസ് നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാംസിനൊക്കെ ഈ ഒരു റിമോട്ട് സെൻസിങ്ങിൽ നിന്നും മാപ്പിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് പോലും നമ്മൾ നോക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ. ആദ്യമായിട്ട് എന്താണ് ധരാതലീയ ഭൂപടം എന്ന് നോക്കാം. എന്തിനെയാണ് നമ്മൾ ധരാതലീയ ഭൂപടം എന്ന് വിളിക്കുന്നത്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമ ഉപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടം. ഒന്നുകൂടെ പറയാം, പ്രകൃതിദത്തം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതം രണ്ടുമാവാം. അങ്ങനെയുള്ള എല്ലാ ഭൗമ ഉപരിതലത്തിൻ്റെ സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായിട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ധരാതലീയ ഭൂപടം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ സവിശേഷതകളെയും സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്നത്. ഇത്ര ഓർത്ത് വെച്ചേക്കാം. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമി, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങി പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളാണ് ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാറുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ച, നദി, ജലാശയങ്ങൾ, വനം, കൃഷി സ്ഥലം, തരിശുഭൂമി, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും എവിടെ ചിത്രീകരിക്കും? ഈ ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കും. ധരാതലീയ ഭൂപടങ്ങളുടെ വലിയ തോത് ഭൂപടങ്ങളാണ്. ധരാതലീയ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളാണ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ വലിയ തോത് ഭൂപടം. ഇതാണ് ചെറിയ പ്രദേശങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരം. ഒരു കൊച്ചു പ്രദേശം എടുക്കുന്നു, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, കുഞ്ഞൊരു കുളം ഉണ്ടെങ്കിൽ അതുവരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ വലിയ തോത് ഭൂപടം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ധരാതലീയ ഭൂപടം ഏത് ഗ്രൂപ്പിൽ വരുന്നു? വലിയ തോത് ഭൂപടങ്ങളിൽ പെടുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് ധരാതലീയ ഭൂപടം എന്ന് ഓർത്ത് വെച്ചേക്കാം. അതിൻ്റെ കാറ്റഗറി ഇതിനകത്ത് വരുന്നു, വലിയ തോത് ഭൂപടത്തിൽ വരുന്നതാണെന്നൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യക്കാണ് ധരാതലീയ ഭൂപടം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അവകാശം. രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാജ്യസുരക്ഷ പരിഗണിച്ചിട്ട് ചില പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ജമ്മു കാശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, അവിടത്തേക്ക് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് നിർമ്മിക്കാനുള്ള ചുമതല എന്ന് ചോദിക്കും? സർവേ ഓഫ് ഇന്ത്യക്കാണ്. ഇനി എന്തൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ധരാതലീയ ഭൂപടങ്ങൾ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂപ്രദേശങ്ങളുടെ ഭൗതികം സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന്, സൈനിക പ്രവർത്തനങ്ങൾക്കും അതുപോലെ സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിന്, അല്ലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്, അതുപോലെ നഗര ആസൂത്രണം, ഭൂവിനിയോഗം മനസ്സിലാക്കാൻ, ഭൂപ്രകൃതി മനസ്സിലാക്കാൻ, വിഭവ സംരക്ഷണത്തിനും വിഭവ ആസൂത്രണത്തിനും, ഭൂപടങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്ന രൂപം GIS സങ്കേതത്തിന് വേണ്ടി. അപ്പം ഒരു ഭൂപ്രദേശത്ത് എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ പഠിക്കാം, അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൈനിക ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ ഒരു നഗരത്തിൻ്റെ ആസൂത്രണം എങ്ങനെ വേണം, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ആണ് ഉള്ളത്, അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ധരാതലീയ ഭൂപടങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ധരാതലീയ ഭൂപട വായനയ്ക്ക് മനസ്സിലാക്കേണ്ട അനിവാര്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധരാതലീയ ഭൂപടം ഒരെണ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്? ഒന്ന്, ഭൂപടങ്ങളുടെ നമ്പർ ക്രമം വേണം. ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ ക്രമം വേണം. സ്ഥാനനിർണയ രീതി, എങ്ങനെയാണ് ഇതിനകത്ത് സ്ഥാനം നിർണ്ണയിച്ചിരിക്കുന്നത്, ആ രീതികൾ വേണം. അതുപോലെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയിരിക്കണം. ഇപ്പോൾ ഓരോന്നിനും, ഇപ്പം ജലാശയമാണെങ്കിൽ നീല, അങ്ങനെ അംഗീകൃത നിറങ്ങളും അല്ലെങ്കിൽ ഇന്ന ചിഹ്നങ്ങൾ, ഇപ്പോൾ ജലാശയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചിഹ്നം, അതല്ല എന്നുണ്ടെങ്കിൽ ആറാണെങ്കിൽ അതിന് അങ്ങനത്തെ, ഇനി മൗണ്ടൻസ് ആണെങ്കിൽ അവിടെ അങ്ങനെ. അപ്പം അംഗീകൃതമായിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഭൂപ്രദേശത്തിന് ഉയരവും ചരിവും പറഞ്ഞിരിക്കണം. ചിത്രീകരിക്കുന്ന രീതി എങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ധരാതലീയ ഭൂപട വായനയ്ക്ക് നമുക്ക് മനസ്സിലാക്കി വായിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ധരാതലീയ ഭൂപടങ്ങളുടെ ലേ ഔട്ടും നമ്പറിങ്, അതിനെ പറ്റിയിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഡിഗ്രി ഷീറ്റിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. D എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് +2ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ ലേ ഔട്ടും നമ്പറിങ്ങിനും എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിന്റെ മുഴുവൻ വൻകരകളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ്? ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റ്,
ഷീറ്റുകളിലായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ വൻകരകളുടെയും നമ്മുടെ ധരാതലീയ ഭൂപടങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി വരെയുള്ള ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണം 1800 ഷീറ്റുകളിലും, ഒന്നുകൂടെ പറയാം, ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി വരെയുള്ള ഉത്തര ദക്ഷിണ അക്ഷാംശം, അത് നമ്മൾക്കറിയാം, ഇത് അക്ഷാംശരേഖ എടുക്കുന്ന സമയത്ത് 0 ഡിഗ്രി ഭൂമധ്യരേഖ, 30 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി സൗത്ത്, 60 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി സൗത്ത്. അപ്പം ഇത്രയും പോർഷൻസിൻ്റെ ആ ഒരു അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണം 1800 ഷീറ്റുകളിലും, ഉത്തര ദക്ഷിണ അർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ 420 ഷീറ്റുകളിലും, 88 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള ധ്രുവ പ്രദേശങ്ങൾ 2 ഷീറ്റുകളിലുമായി ആകെ 2222 ഷീറ്റുകളിലാണ് നമ്മുടെ മൊത്തത്തിലുള്ള ധരാതലീയ ഭൂപടങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഷീറ്റുകളുടെ ചിത്രീകരണം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. മില്യൺ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ധരാതലീയ ഭൂപടത്തിലെ ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയാണ് നമ്മൾ മില്യൺ ഷീറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മില്യൺ ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ 1:10 ലക്ഷം അതായിരിക്കും ധരാതലീയ ഭൂപടത്തിലെ ഷീറ്റുകളുടെ ഓരോന്നിൻ്റെയും തോത്. അതിനെ നമ്മൾ മില്യൺ ഷീറ്റ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 4 ഡിഗ്രി അക്ഷാംശ വ്യാപ്തിയും 4 ഡിഗ്രി രേഖാംശ വ്യാപ്തിയും ഉൾക്കൊള്ളുന്നതാണ് മില്യൺ ഷീറ്റുകൾ. മില്യൺ ഷീറ്റുകൾക്ക് 1 മുതൽ 105 വരെ നമ്പറുകൾ നൽകിയിരിക്കുന്നു. ഈ നമ്പറുകൾ സൂചക നമ്പറുകൾ എന്നറിയപ്പെടുന്നു. എന്താണ്? സൂചക നമ്പറുകൾ എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ പറയാം, 1:10 ലക്ഷം എന്ന തോതിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് മില്യൺ ഷീറ്റ്. ധരാതലീയ ഭൂപടത്തിലെ ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇതിനെ മില്യൺ ഷീറ്റ് എന്നറിയപ്പെടുന്നു. 4 ഡിഗ്രി അക്ഷാംശ വ്യാപ്തി, 4 ഡിഗ്രി രേഖാംശ വ്യാപ്തിയും ഉൾക്കൊള്ളുന്നതാണ് മില്യൺ ഷീറ്റ് എന്ന് പറയുന്നത്. മില്യൺ ഷീറ്റുകളിൽ 1 മുതൽ 105 വരെ നമ്പറുണ്ട്. ഈ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സൂചക നമ്പർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഡിഗ്രി ഷീറ്റ്, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. മില്യൺ ഷീറ്റുകളിലെ ഓരോന്നിനെയും 16 തുല്യ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പം മില്യൺ ഷീറ്റുകളുടെ ഓരോന്നിനെയും നമ്മൾ പറഞ്ഞ 55 സൂചക നമ്പറുകളുണ്ടെന്ന്, അതായത് 1 മുതൽ 105 വരെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ മില്യൺ ഷീറ്റ്സിനെ ഓരോന്നിനെയും 16 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഡിഗ്രി ഷീറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഷീറ്റുകൾക്ക് എ മുതൽ പി വരെയുള്ള അക്ഷാംശങ്ങളാണ് നൽകാറുള്ളത്. ഇപ്പോൾ 55D എന്ന്, അതായത് ഈ ഡി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഡിഗ്രി ഷീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഡിഗ്രി ഷീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ സീറ്റ് അല്ല കേട്ടോ, ഷീറ്റാണ് ഇവിടെ. ഡിഗ്രി ഷീറ്റുകൾ എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങളാണ് നൽകാറുള്ളത്. ഡിഗ്രി ഷീറ്റുകൾക്ക് 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണുള്ളത്. 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണുള്ളത്. ഇതിൻ്റെ തോത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1:2,50,000. 1:2,50,000 എന്നതാണ് ഡിഗ്രി ഷീറ്റിന്റെ തോത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മിനിറ്റ് ഷീറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഡിഗ്രി ഷീറ്റ് കഴിഞ്ഞു, മില്യൺ ഷീറ്റ് കഴിഞ്ഞു, ഇനി മിനിറ്റ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രി ഷീറ്റുകളെ 15 മിനിറ്റ് അക്ഷാംശ വ്യാപ്തിയിലുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതിനാണ് 15 മിനിറ്റ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഷീറ്റുകളെ 15 മിനിറ്റ് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതാണ് മിനിറ്റ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് 1 മുതൽ 16 വരെയുള്ള അക്കങ്ങളാണ് നമ്മൾ നൽകാറുള്ളത്. അതായത് 55D എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഗ്രി ഷീറ്റ് ആണ് അല്ലേ. ഡിഗ്രി ഷീറ്റ് ഡിവൈഡഡ് ബൈ 1, 55D ഡിവൈഡഡ് ബൈ 2, അങ്ങനെ 16 എണ്ണമായിട്ടാണ് മിനിറ്റ് ഷീറ്റ് പറയുന്നത്. 16 എണ്ണമായിട്ട് മിനിറ്റ് ഷീറ്റ്. ഈ ഷീറ്റുകളെ ഏത് തോതിലാണ് പറഞ്ഞിരിക്കുന്നത്? 1:50,000 എന്ന തോതിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. അതും പഠിച്ചു വയ്ക്കുക. 2,50,000, 1:50,000 മിനിറ്റ് ഷീറ്റ്. അതുപോലെ 1:10 ലക്ഷം എന്ന് പറയുന്നത് മില്യൺ ഷീറ്റുകൾ. കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ധരാതലീയ ഭൂപടങ്ങളിലെ അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വിവിധങ്ങളായ ഭൂതല സവിശേഷതകളെ വ്യത്യസ്ത നിറങ്ങളിലുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും നൽകിയിട്ടാണ് ധരാതലീയ ഭൂപടം ഇപ്പം പറഞ്ഞ കൂട്ട് ആറാണെങ്കിൽ അങ്ങനെ, കുളമാണെങ്കിൽ അങ്ങനെ, മൗണ്ടൻസ് ആണെങ്കിൽ അങ്ങനെ, അല്ല വീടുകളാണെങ്കിൽ അങ്ങനെ, നഗരപ്രദേശങ്ങളാണെങ്കിൽ അങ്ങനെ, ഓരോന്നിനും എന്തുണ്ട്? കറക്റ്റ് നിറവുണ്ട്, അടയാളവും ചിഹ്നവും എല്ലാം ഉണ്ടായിരിക്കും. ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ധരാതലീയ ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ മറ്റു രാജ്യക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ ആഗോള തലത്തിലാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകം മൊത്തം എന്തെങ്കിലും ഒരു സാധനം നീല കളർ നമ്മുടെ സീക്കാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം നീല കളറാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രാജ്യക്കാർക്കും മറ്റു രാജ്യക്കാരുടെ ധരാതലീയ ഭൂപടം എടുത്തു വെച്ച് നോക്കിയാൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നു. അടുത്ത എന്താണ് ഗ്രിഡ് റെഫറൻസ്? ചോദിക്കാൻ സാധ്യതയുണ്ട്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും
ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളെ നമ്മൾ ഈസ്റ്റ് എന്ന് വിളിക്കും. എവിടെയാണ് വടക്ക് തെക്ക് വരച്ചിരിക്കുന്നതിനെ ഈസ്റ്റ് എന്ന് വിളിക്കും. കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള രേഖകളെ നോർത്തിങ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. വടക്ക് തെക്ക് ദിശയിലുള്ളത് ഈസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള രേഖകൾ നോർത്തിങ്സ്. ഈസ്റ്ററിങ്സും നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാക്കുന്ന ജാലികയെ നമ്മൾ വിളിക്കും റഫറൻസ് ഗ്രിഡ് എന്ന്. എന്ത് വിളിക്കും? ഈസ്റ്റിങ്സിനെ ഈ നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാക്കുന്ന ജാലികയാണ് റഫറൻസ് ഗ്രിഡ് എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെക്കുക. ഈസ്റ്റിങ്സ് എന്താണെന്ന് നോക്കാം. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള ചുവന്ന രേഖകൾ, അല്ലെ? ചുവപ്പ്. എവിടെയാ ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ കിഴക്കെന്ന് ആലോചിക്കരുത്, നേരെ ഓപ്പോസിറ്റ് ഓർക്കുക. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള ചുവപ്പ് രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഈസ്റ്റിങ്സ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള ചുവപ്പ് രേഖകളാണ്. ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. ഭൂതലത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക. ഭൂതലത്തിലെ സവിശേഷതകൾ പറയുമല്ലോ. ഇപ്പൊ ഈ ഭൂതലത്തിൽ ഇന്ന സവിശേഷതകൾ അത് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ട് ഇടതുവശത്തായിട്ടാണ് ഈസ്റ്റിങ്സിന്റെ മൂല്യം കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഈസ്റ്റിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. അടുത്ത നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ചുവപ്പ് രേഖ വരയ്ക്കുന്നത്. ഇവയുടെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. അപ്പം ഈസ്റ്റിങ്സിന്റെ മൂല്യം കിഴക്കോട്ട് പോകുന്തോറും കൂടുമ്പോൾ നോർത്തിങ്സിന്റെ മൂല്യം എങ്ങോട്ട് പോകുന്തോറും വടക്ക് ദിശയിൽ. അപ്പോൾ അത് ഓർത്താൽ മതി. നോർത്തിങ്സ് എന്ന് പറയുമ്പോൾ ഇത് കിടക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നോട്ട് ചെയ്തിട്ടിരിക്കുന്നെങ്കിലും വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നതുകൊണ്ട് അതിന് നോർത്തിങ്സ്. കിഴക്കോട്ട് പോകുന്തോറും കൂടി വരുന്ന വാല്യൂ കൂടുന്നതുകൊണ്ട് ഈസ്റ്റിങ്സ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഭൂതലത്തിലെ സവിശേഷതകൾ തൊട്ട് തെക്കായിട്ട്, അതായത് ഭൂതലത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുക. അപ്പൊ എവിടെയാണ് കാണപ്പെടുന്നതെന്നൂടെ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് നാലക്ക ഗ്രിഡ് റെഫറൻസ്. അതെന്താ? നാലക്ക ഗ്രിഡ് റെഫറൻസിൽ സ്ഥാനനിർണയം നടത്തേണ്ട ഭൂസവിശേഷതയുടെ തൊട്ട് ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യം ആദ്യം എഴുതണം. ഒന്നുകൂടെ പറയാം. നാലക്ക ഗ്രിഡ് റെഫറൻസിൽ സ്ഥാനനിർണയം നടത്തേണ്ട ഭൂസവിശേഷതയുടെ തൊട്ട് ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യം വേണം ആദ്യം എഴുതാൻ. അതിനുശേഷം ഭൂസവിശേഷതയുടെ തൊട്ടു താഴെയുള്ള നോർത്തിങ്സിന്റെ മൂല്യം ഈസ്റ്റിങ്സിന്റെ മൂല്യത്തോട് ചേർത്ത് എഴുതണം. ഈ സ്ഥാനനിർണയ രീതിയാണ് നാലക്ക ഗ്രിഡ് റെഫറൻസ്. അതായത് എവിടെയാണ് ലൊക്കേഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഗ്രിഡ് റെഫറൻസ്. അപ്പം നാലക്ക ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുമ്പം ഏതിൻ്റെ കാര്യം ആദ്യം എഴുതണം? അതായത് നാലക്ക ഗ്രിഡ് റെഫറൻസിൽ സ്ഥാനനിർണയം നടത്തേണ്ട ഏത് ഭൂസവിശേഷതയാണോ അതിനോട് തൊട്ട് ഇടതു ഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യം എത്രയാണോ അത് ആദ്യം എഴുതണം. അതിനുശേഷം ഈ ഭൂസവിശേഷതയോട് തൊട്ട് താഴെ കിടക്കുന്ന നോർത്തിങ്സിന്റെ മൂല്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് എഴുതണം. അപ്പം നാലക്കായി. ഇതിനെയാണ് നമ്മൾ നാലക്ക ഗ്രിഡ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അത് ആറക്കമാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളൊക്കെയാണ് ആറക്ക ഗ്രിഡ് റെഫറൻസിലൂടെ സ്ഥാനനിർണയം. അതായത് നമ്മൾ വിചാരിക്കും ആറക്കമാവുമ്പോൾ ഭൂസവിശേഷതയുടെ വലിപ്പം കൂടുതലായിരിക്കുമെന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് വരുന്നത്. ഈ ഭൂസവിശേഷത ഇത് കുഞ്ഞു കുളമാണെന്ന്, മറ്റേത് വലിയ കുളം, ഇത് കൊച്ചു കുളം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളെയാണ് നമ്മൾ ആറക്ക ഗ്രിഡ് റെഫറൻസിലൂടെ ഇതിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നത്. ഇതിനായി സ്ഥാനനിർണയം നടത്തേണ്ട ഭൂസവിശേഷതയുടെ ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യം ആദ്യം എഴുതണം. ഇതിനായിട്ട് എന്ത് ചെയ്യണം? അതായത് ഇടത് ഭാഗത്ത് ഈ ഭൂസവിശേഷതയുടെ ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിന്റെ മൂല്യം ആദ്യം എഴുതണം. ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്. അതിനുശേഷം അടുത്ത ഈസ്റ്റിങ്സ് ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത ഈസ്റ്റിങ്സിന് വരെയുള്ള അകലത്തെ 10 ഭാഗങ്ങളായി തിരിച്ച് ഏത് ഭാഗത്തിന് നേരെയാണ് ഭൂസവിശേഷത വരുന്നത് അതിൻ്റെ മൂല്യവും ഈസ്റ്റിങ്സിന്റെ മൂല്യത്തോട് ചേർത്ത് എഴുതണം. അപ്പം തന്നെ 4 ആയി. തുടർന്ന് ഭൂസവിശേഷതയോട് തൊട്ടു തെക്കായി കാണുന്ന നോർത്തിങ്സിന്റെ മൂല്യം എഴുതണം. തുടർന്ന് തൊട്ടടുത്ത നോർത്തിങ്സിന്റെ വരെയുള്ള അകലത്തെ 10 ഭാഗങ്ങളായി തിരിച്ച് അതിലേത് ഭാഗത്തിന് നേരെയാണ് ഭൂസവിശേഷത വരുന്നത് എന്ന് കണ്ടെത്തി ആ മൂല്യം കൂടി നോർത്തിങ്സിന്റെ മൂല്യത്തോട് ചേർത്ത് എഴുതണം. ഇതിനെ നമ്മൾ ആറക്ക ഗ്രിഡ് റെഫറൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ നാലക്കം ചെയ്യുന്നത് പോലെ തന്നെ ഈസ്റ്റിങ്സിന്റെ മൂല്യം ആദ്യം എഴുതിയതിന് ശേഷം
അതിന് അടുത്ത ഈസ്റ്റിങ്സ് വരെയുള്ള അകലത്തിനെ 10 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് ഏത് ഭാഗത്തിന് നേരെയാണ് നമുക്ക് അറിയേണ്ട ഭൂസവിശേഷത വരുന്നത് അതിൻ്റെ മൂല്യം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. എന്തിൻ്റെ കൂടെ? ഈസ്റ്റിങ്സിൻ്റെ മൂല്യത്തോടു കൂടി. ഇനി നോർത്തിങ്സിൻ്റെ മൂല്യം തൊട്ടടുത്ത് എഴുതണം. അതിൻ്റെ തുടർന്ന് തൊട്ടടുത്ത നോർത്തിങ്സ് വരെയുള്ള അകലത്തെ 10 ഭാഗങ്ങളായി തിരിച്ചിട്ട് ഏത് ഭാഗത്തെ ഭൂസവിശേഷതയാണോ നമുക്ക് കണ്ടെത്തേണ്ടത് അതിൻ്റെ മൂല്യവും കൂടി ഈ നോർത്തിങ്സിൻ്റെ മൂല്യത്തോട് ചേർത്ത് എഴുതുമ്പോൾ ആർക്ക് ഗ്രിഡ് റെഫറൻസ് ആയി. അപ്പോൾ ഇതിത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും PSC ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ കോണ്ടൂർ രേഖകൾ ചോദിക്കും, അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. എന്താണ് കോണ്ടൂർ രേഖകൾ? ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഹൈറ്റിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ സാങ്കല്പിക രേഖ വരയ്ക്കുന്നതിനെയാണ് കോണ്ടൂർ രേഖ എന്ന് വിളിക്കുന്നത്. കോണ്ടൂർ രേഖയോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കോണ്ടൂർ മൂല്യം എന്നാണ് അറിയപ്പെടുന്നത്. ഈ രേഖയോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ പറയത്തില്ലേ ഈ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇപ്പോൾ ഒരേ ലൊക്കേഷൻ, ഇപ്പം 20 കിലോമീറ്റർ ഉയരത്തിലുള്ള ഒരേപോലെ നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ ഒരു രേഖ വരയ്ക്കുകയെന്ന് വെച്ചു, അതിനെ കോണ്ടൂർ രേഖ എന്ന് വിളിക്കും. അപ്പോൾ ഈ കോണ്ടൂർ രേഖയോടൊപ്പം തന്നെ എത്ര ദൂരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നതെന്ന് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം രേഖപ്പെടുത്തി വെക്കും. അതിനെ കോണ്ടൂർ മൂല്യം എന്നറിയപ്പെടുന്നു. അടുത്തടുത്ത 2 കോണ്ടൂർ രേഖയുടെ മൂല്യ വ്യാസത്തെ കോണ്ടൂർ ഇടവേള എന്നാണ് പറയുന്നത്. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ പ്രദേശത്തിന് കുത്തനെയുള്ള ചരിവായിരിക്കും. അത് പഠിച്ചു വയ്ക്കുക. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം, അതായത് മീൻസ് എന്താണ്? ഒരേ ലൊക്കേഷനുള്ള 2 കാര്യങ്ങളെ നമ്മൾ യോജിപ്പിച്ച്, ഇപ്പം ഒരേ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ അകലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരേ ഉയരത്തിൽ നിൽക്കുന്ന 2 സ്ഥലങ്ങൾ അടുത്തടുത്താണെങ്കിലാണല്ലോ കോണ്ടൂർ രേഖകളുടെ അകലം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ പറയും ഈ പ്രദേശത്തിൽ കുത്തനെയുള്ള ചരിവായിരിക്കും. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ പ്രദേശത്തിന്റെ ചരിവ് കുറവായിരിക്കും എന്ന് അനുമാനിക്കാം. ഭൂപ്രദേശത്തിന്റെ ഉയരം, ചരിവ്, ഭൂരൂപത്തിന്റെ ആകൃതി, നേർക്കാഴ്ച തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനെല്ലാം കോണ്ടൂർ രേഖകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ നമ്മൾ കോണ്ടൂർ രേഖ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ധരാതലീയ ഭൂപടങ്ങളിലെ നേർക്കാഴ്ചയും പ്രയോജനങ്ങളും. അത് നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞില്ലേ സാരമില്ല, നമുക്കതങ്ങ് വിടാം. ധരാതലീയ ഭൂപട വിശകലനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രാഥമിക വിവരങ്ങൾ, ഭൗതിക സവിശേഷതകൾ, സാംസ്കാരിക സവിശേഷതകൾ, ഇതെല്ലാം വേർതിരിച്ചിട്ടാണ് നമ്മൾ ധരാതലീയ ഭൂപടം വിശകലനം നടത്തുന്നത്. പ്രാഥമിക വിവരങ്ങൾ കാണും, അതിനകത്ത് ഭൗതിക സവിശേഷതകൾ, ആ ഭൂമിയുടെ ആ ഒരു സവിശേഷതകൾ, ഇപ്പം കുന്നും മലയും കുളം ആറ് കടൽ അതെല്ലാം കാണും. സാംസ്കാരികമായിട്ടുള്ള സവിശേഷത അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് വിശകലനം ചെയ്യുന്നു. അടുത്ത ധരാതലീയ ഭൂപടങ്ങളിലെ പ്രാഥമിക വിവരങ്ങളും സൂചനകളും നോക്കാം. ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങളെയാണ് നമ്മൾ ഈ പ്രാഥമിക വിവരം എന്ന് വിളിക്കുന്നത്. അതായത് ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിൻസ് ഉണ്ടല്ലോ, അതിന് പുറത്ത് ഭൂപടത്തെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങളെയാണ്. അതായത് ടോപ്പോ ഷീറ്റിന്റെ നമ്പർ, അത് A, അതുപോലെ പ്രദേശത്തിന്റെ പേര്, അക്ഷാംശ രേഖയുടെ സ്ഥാനം C1 C2, രേഖാംശ രേഖ എന്താണ്, രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്ങിന്റെ മൂല്യം, നോർത്തിങ്സിന്റെ മൂല്യം, ഭൂപടത്തിന്റെ തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്ത വർഷം, പ്രസിദ്ധീകരിച്ച വർഷം, സർവേയുടെ ചുമതല, ഇത്രയും ഡീറ്റെയിൽസ് അതിന്റെ സൈഡിൽ കാണും. ഇതാണ് പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ധരാതലീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകൾ എന്തൊക്കെയാണ്? ധരാതലീയ ഭൂപടങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭൗതിക മീൻസ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നദി, അരുവി, നീരുറവ, തടാകം, വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയവയാണ് ഈ ഭൗതിക സവിശേഷത. അതെല്ലാം അവർ അടയാളപ്പെടുത്തിയിട്ടിരിക്കും. ദെൻ ധരാതലീയ ഭൂപടങ്ങളിലെ സാംസ്കാരിക സവിശേഷത എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുമുള്ള കുഴൽക്കിണർ, പാർപ്പിടം അല്ലെങ്കിൽ റോഡ്. അപ്പം സാംസ്കാരികം എന്ന് പറയുമ്പോൾ റോഡ് വരാം, അല്ലെങ്കിൽ അതിർത്തി വരാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷന്, മറ്റെന്തെങ്കിലും സാംസ്കാരികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കെട്ടിടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, കൃഷിയിടങ്ങൾ, ഇതെല്ലാം എന്തിനകത്ത് വരാം? ധരാതലീയ ഭൂപടങ്ങളിൽ വരാം. അതാണ് സാംസ്കാരിക സവിശേഷതകൾ നോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എന്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാപ്പിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്സ് ആയിട്ടുള്ള റിമോട്ട് സെൻസിങ്ങും ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റവുമാണ് നോക്കാം. അപ്പം ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ് വിദൂര സംവേദനം എന്നുള്ളതാണ്. എന്തിനെയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നത്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ
നമ്മൾ തൊടാതെ അല്ലെ, സ്പർശബന്ധം കൂടാതെ എന്തെങ്കിലും ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു വസ്തു അല്ലെങ്കിൽ പ്രദേശം, പ്രതിഭാസം എന്തിനായാലും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമ്മൾ തൊടാതെ ഉപകരണത്തിന്റെ സഹായത്തോടെ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിദൂര സംവേദനം. വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളെ നമ്മൾ എന്ത് പേര് വിളിക്കും? സംവേദകം. അല്ല, എന്ത് വിളിക്കും? സംവേദകങ്ങൾ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു വെള്ളപ്പൊക്കം വന്നു, നമ്മളത് മുകളിൽ നിന്നും ക്യാമറ വെച്ച് അല്ലെങ്കിൽ സ്കാനറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ അത് എടുക്കുന്നു. അതപ്പം എന്താണ്? അതൊരു ഉപകരണമാണ് അല്ലേ? ആ പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രദേശം, സ്കാനർ മീൻസ് ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നു. ഇപ്പോൾ പ്രദേശത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തൊട്ടറിഞ്ഞിട്ടൊന്നുമല്ല, ക്യാമറ കൊണ്ട് യൂസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? സംവേദകത്തിന് എക്സാമ്പിളാണ്. വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സംവേദം പകർത്തുന്നത്. അതായത് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അതിനകത്ത് നിന്ന് എന്താണ്? വൈദ്യുത കാന്തിക വികിരണം ഉണ്ടാവും അല്ലെ, എനർജി പുറത്തേക്ക് വരും. അതുപയോഗിച്ചിട്ടാണ് ഇത് പകർത്തുന്നത്. അതുപോലെ ഊർജത്തിന്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി നമുക്ക് വിദൂര സംവേദനത്തെ പ്രധാനമായിട്ടും പരോക്ഷ വിദൂര സംവേദനം, പ്രത്യക്ഷ വിദൂര സംവേദനം എന്നിങ്ങനെ രണ്ടായിട്ട് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്. എന്താണ് ഈ പരോക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ? സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം. സൂര്യപ്രകാശം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് പരോക്ഷ വിദൂര സംവേദനം. ഇവിടെ സംവേദകം സ്വയം ഊർജം, അതായത് അതിന്റെ ലൈറ്റിന്റെ സംവേദകം മീൻസ് ഫോർ എക്സാമ്പിൾ ക്യാമറയുടെ ലൈറ്റ് യൂസ് ചെയ്യാതെയാണ് അവിടുത്തെ ഫോട്ടോസ് അല്ലെങ്കിൽ അവിടുത്തെയൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കുന്നതെങ്കിൽ അത് സൂര്യപ്രകാശത്തിന്റെ ലൈറ്റിന്റെ ഹെൽപ്പോട് സോ പരോക്ഷ വിദൂര സംവേദനമാണ്. ഇനി പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൃത്രിമമായിട്ടുള്ള പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നതാണ് റിമോട്ട് സെൻസിങ് നടത്തുന്നതാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. ഇവിടെ എന്താണ്? സംവേദകം എന്ത് ചെയ്യും? സ്വന്തമായിട്ട് അങ്ങോട്ട് ഊർജം പുറപ്പെടുവിക്കുന്നു. ഇനി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. വിദൂര സംവേദനത്തിലെ ഒരു പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ക്യാമറയോ സ്കാനറുകളോ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം നമ്മൾ പറയത്തില്ലേ പ്ലാറ്റ്ഫോം. അപ്പം ഈ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്, ഇപ്പോൾ ക്യാമറ വെക്കാനായിട്ട് സ്റ്റാൻഡ്, അതൊരു എന്താണ്? ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സ്കാനർ വെക്കാനുള്ള ഒരു സ്ഥലം, ആ പ്രതലത്തിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. ഒന്നുകിൽ ഇത് ഭൗമ ഉപരിതലത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബലൂണുകളിൽ കെട്ടിപ്പറപ്പിച്ചിട്ട് മുകളിൽ നിന്ന് ചിത്രം എടുക്കാം, വിമാനങ്ങളുടെ മുകളിൽ വെക്കാം, കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ സെൻസറുകളൊക്കെ സ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതെല്ലാം പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ഈ റിമോട്ട് സെൻസിങ്ങിനെ പല രീതിയിൽ തരംതിരിക്കാം. പ്രധാനമായിട്ടും പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി മൂന്നായിട്ട് നമുക്ക് എന്തിനെ തരംതിരിക്കാം? വിദൂര സംവേദനത്തെ തരംതിരിക്കാം. ഒന്ന് എന്താണ്? ഭൂതല ഛായാഗ്രഹണം. രണ്ട് ആകാശീയ വിദൂര സംവേദനം. മൂന്ന് ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പോൾ പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കി മൂന്നായിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ തിരിക്കാം. പേരിനകത്ത് തന്നെയുണ്ട്. എന്താണ് ഭൂതല ഛായാഗ്രഹണം? ഭൂപ്രതലത്തിൽ നിന്നോ, ഭൂപ്രതലം മീൻസ് ഭൂമിയുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നോ അതിലെ ഉയർന്ന തലത്തിൽ നിന്നോ ഭൗമ ഉപരിതലത്തിന്റെ ചിത്രങ്ങൾ എടുക്കുക. അപ്പം നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ ഭൂതല ഛായാഗ്രഹണമാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് ഇച്ചിരി ഉയർന്ന തലത്തിൽ നിന്ന് ഭൗമ ഉപരിതലത്തിന്റെ ചിത്രം, ഭൂമിയുടെ ഉപരിതലത്തിന്റെ ചിത്രം എടുക്കുന്നതാണ് ഭൂതല ഛായാഗ്രഹണം. ക്യാമറകൾ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ ഇതിലാണ് എക്സാമ്പിളായിട്ട് പറയാം അല്ലേ. ഇനി ആകാശീയ വിദൂര സംവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? പേരിനകത്തുണ്ട് അല്ലേ, ബലൂണുകളിലോ വിമാനങ്ങളിലോ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്താൽ ആകാശത്തു നിന്നും ചിത്രങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് ആകാശീയ വിദൂര സംവേദനം. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിന് അതായത് വിസ്തൃതി കുറവാണെങ്കിൽ നമുക്ക് ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കാം. ബലൂൺ വെച്ചിട്ടോ വിമാനം പോകുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുക്കാം. വിമാനം കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ തുടർച്ചയായുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നത് എന്നത് ഇതിൻ്റെ ഒരു മേന്മയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും, അതൊരു മേന്മയാണ്. ഇനി ആകാശീയ ഛായാചിത്രങ്ങളുടെ ഓവർലാപ്പ്. എന്താണ് ഓവർലാപ്പ് എന്ന് ചോദിക്കാം, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എന്താണ് ഓവർലാപ്പ്? ഇപ്പോൾ ഓരോ ആകാശീയ ചിത്രത്തിലും തൊട്ടടുത്തുള്ള ചിത്രത്തിലെ ഏകദേശം 60% ഭാഗം കൂടി പകർത്തിയത്. നമ്മൾ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് മോളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു സ്ഥലം എടുത്തിട്ട് പെട്ടെന്ന് അത് തീർന്നു കഴിയുമ്പോൾ തൊട്ടടുത്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങത്തില്ലേ. അപ്പോൾ ഏകദേശം ആദ്യത്തെ ചിത്രത്തിൻ്റെ 60% നമുക്ക് അടുത്ത ചിത്രത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓവർലാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തുടർച്ച നിലനിർത്തുന്നതിനും സ്റ്റീരിയോസ്കോപ്പിന്റെ സഹായത്താൽ ത്രിമാന വീക്ഷണം 3D വീക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിത്രങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്കൊരു കണ്ടിന്യൂവേഷൻ ഉള്ളതുകൊണ്ട് ഒന്നും വിട്ടുപോകത്തില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓവർലാപ്പ് എന്ന് പറയുന്നത്. 60% മുൻപിലത്തെ ഫോട്ടോയുടെ പകുതി നമുക്ക് അടുത്ത ഫോട്ടോയിൽ കിട്ടും. അടുത്തത് എന്താണ് ആകാശീയ ഛായാചിത്രത്തിലെ സ്റ്റീരിയോ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പോൾ ഓവർലാപ്പോട് കൂടിയ തൊട്ടടുത്തുള്ള ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഓവർലാപ്പോട് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനൊരു ഫോട്ടോ എടുത്തു, തൊട്ടടുത്ത സമയത്ത് അടുത്ത ഫോട്ടോ എടുക്കുന്നു, ആദ്യത്തെ ഫോട്ടോയുടെ ഉൾപ്പെട്ട മരങ്ങളെല്ലാം തന്നെ 60% മരങ്ങൾ അടുത്ത ഫോട്ടോയിൽ കാണാം അല്ലേ, അതാണ് അപ്പോൾ ഓവർലാപ്പ്. അപ്പോൾ ഈ ഓവർലാപ്പോട് കൂടിയ തൊട്ടടുത്തുള്ള ഒരു ജോഡിയിൽ വരുന്ന, ഒരു ജോഡി രണ്ടെണ്ണമാണല്ലോ, അപ്പോൾ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളെ നമ്മൾ സ്റ്റീരിയോ പെയർ എന്ന് വിളിക്കുന്നു. ഇത്തരം ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെ നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്ത സ്റ്റീരിയോ പെയറിൽ നിന്നും ത്രിമാന ദൃശ്യം 3D വിഷ്വൽ കിട്ടാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രദേശത്തെ ഒന്നാകെ കാണുന്നതിനും ഉയർച്ച താഴ്ചയൊക്കെ വേർതിരിച്ചറിയാനും ഒക്കെ സ്റ്റീരിയോസ്കോപ്പ് നമ്മളെ സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്തത് ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് വിട്ടുപോകത്തില്ല, 60% ഓവർലാപ്പോട് കൂടി എല്ലാം കിട്ടുന്നതുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ അതിന് പോരായ്മകൾ കുറേ ഉണ്ട്. ഒന്നാമത്തെ പോരായ്മ, ഇപ്പോൾ വിമാനത്തിലാണ് പോകുന്നതെങ്കിൽ കുലുക്കം കാരണം ഗുണമേന്മയെ ബാധിക്കാം. ഷേക്ക് വരുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവാം. വിമാനം പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം ഒരിക്കലും പ്രായോഗികമായിട്ട് നടക്കത്തില്ല. ഇന്ധനം നിറയ്ക്കുന്നതിന് എന്ത് ചെയ്യണം? വിമാനം ഇടയ്ക്കിടയ്ക്ക് താഴെ ഇറക്കേണ്ടി വരും, അത് ചെലവ് കൂട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഉപഗ്രഹ വിദൂര സംവേദനം. അത് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ അത്? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴി നമ്മൾ ഡേറ്റാസ് ശേഖരിക്കുക. ഇതാണ് ഉപഗ്രഹ വിദൂര സംവേദനം. എന്താണത്? സാറ്റലൈറ്റ്സ് വഴി നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഡേറ്റാസ് എല്ലാം ശേഖരിക്കുക. കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ. ഭൂസ്ഥിരവും ഉണ്ട്, ജിയോ സ്റ്റേഷനറിയും ഉണ്ട്, അതുപോലെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷത? സ്ഥിരം ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പഠിച്ചു വെക്കണം. സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും ഭൂസ്ഥിരം മീൻസ് ഭൂമിയിൽ സ്ഥിരം എന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ, ഇത് കറങ്ങുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും. ഭൂമിയുടെ 1/3 ഭാഗം ഇതിൻ്റെ നിരീക്ഷണ പരിധിയിൽ എപ്പോഴും വരും. അതുപോലെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ചിട്ട് നിലകൊള്ളാനായിട്ട് സാധിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണം, ഭൂമിയുടെ ഒപ്പം കറങ്ങുന്നതുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള എപ്പോഴും അതിൻ്റെ കിട്ടിക്കൊണ്ടേയിരിക്കും വിവരശേഖരണം. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതിയിലും ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ അതുകൊണ്ട് പ്രയോജനമാണ്. ഇന്ത്യയുടെ ഇൻസാറ്റ് ശ്രേണിയിൽപ്പെട്ട ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഇൻസാറ്റ് 1, 2 അങ്ങനെ പഠിക്കത്തില്ലേ, അതെല്ലാം എന്താണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ 36,000 കിലോമീറ്റർ ഓർക്കുക, 1/3 ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണം, ഭ്രമണവേഗത്തിന് തുല്യമായി സഞ്ചരിക്കുന്നുണ്ട്, എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരു പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഇൻസാറ്റ് ഇത്രയും ഡേറ്റാസ് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്തത് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹം. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ പോളാർ റീജിയന് ചുറ്റുമായിട്ട് ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പോൾ സഞ്ചാരപഥം ഏകദേശം 9,000 കിലോമീറ്ററിന് താഴെയായിരിക്കും. സഞ്ചാരപഥം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വളരെ കുറവാണ്, മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ 9,000 കിലോമീറ്ററിന് താഴെയായിരിക്കും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാളും അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉയരം കൂടുന്തോറും മൊത്തം കിട്ടും അല്ലേ. മോളിൽ നിന്നൊരു പിക്ചർ എടുക്കുന്ന സമയത്ത് ഉയരം കുറവാണെങ്കിൽ കുറച്ച് പോർഷൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഉയരം കൂടുമ്പോൾ കുറേയേറെ പിക്ചേഴ്സിന് വൈഡ് ആവും. അതുകൊണ്ട് തന്നെ ഇവിടെ 900 കിലോമീറ്ററിന് താഴെ അകലമായതുകൊണ്ട് തന്നെ നിരീക്ഷണ പരിധി കുറവാണ്. പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നുണ്ട്. പ്രകൃതി വിഭവം, ഭൂവിനിയോഗം, ഭൂഗർഭ ജലം മുതലായവയെക്കുറിച്ചിട്ടുള്ള ഡേറ്റാസ് ഇത് സ്വീകരിക്കുന്നുണ്ട്. വിദൂര സംവേദനത്തിന് മുഖ്യമായും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു അല്ലേ. അതായത് IRS ശ്രേണിയിൽപ്പെട്ട ഉപഗ്രഹങ്ങൾ. IRS ഒക്കെ എന്താണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. അതുപോലെ എന്താണ് വിദൂര സംവേദനത്തിലെ സ്പെക്ട്രൽ സിഗ്നേച്ചർ? അത് ചോദിക്കാം. എന്തിനെയാണ് നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നത്? ഭൗമോപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുത കാന്തിക വികിരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് പല അളവിലാണ് അല്ലേ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, അതെല്ലാം തന്നെ വൈദ്യുത കാന്തിക വികിരണങ്ങളെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പല അളവിലായിരിക്കും. ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവിനെയാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഇപ്പോൾ ഒരു കണ്ണാടി, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു മരം അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വരെ കാറ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, ഇങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. അപ്പം ഓരോ സാധനവും
പ്രതിഫലിപ്പിക്കുന്ന റിഫ്ലക്റ്റ് ചെയ്യുന്ന ഊർജ്ജത്തിൻ്റെ അളവിനെയാണ് ആ വസ്തുവിൻ്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിപ്പിക്കുന്നതോ ആയ വൈദ്യുതകാന്തിക വികിരണത്തെയാണ് ഈ സംവേദകം അവിടെ പകർത്തുന്നത്. സംവേദകം മീൻസ് ക്യാമറയാവാം, സ്കാനർ ആവാം നമ്മൾ പറഞ്ഞു. അടുത്തത് എന്താണ് ഉപഗ്രഹ ഛായാചിത്രം? ഉപഗ്രഹ ഛായാചിത്രം എന്താണ്? കൃത്രിമ ഉപഗ്രഹങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്കാനറുകൾ ഭൂമിയിലെ വിവിധ വസ്തുക്കളെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞിട്ട് വിവരങ്ങൾ സംഖ്യാരൂപത്തിലാണ് ഭൂതല കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വിശകലനം ചെയ്ത് അത് ചിത്രരൂപത്തിലായിട്ട് മാറും. ഇങ്ങനെ തയ്യാറാക്കുന്ന ചിത്രങ്ങളെ നമ്മൾ വിളിക്കും ഉപഗ്രഹ ഛായാചിത്രം. ഓക്കെ ആണല്ലോ. അതുപോലെ ഉപഗ്രഹ വിദൂര സംവേദനത്തിലെ സ്പെഷ്യൽ റെസല്യൂഷൻ എന്താണെന്ന് ചോദിക്കാം. ഇപ്പോൾ ഉപഗ്രഹങ്ങളിലെ സെൻസറുകൾക്ക് ഭൗമ ഉപരിതലത്തിലെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പം. പല വലിപ്പത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടല്ലേ. അപ്പോൾ ഈ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പം, അതാണ് ആ സെൻസറിൻ്റെ സ്പെഷ്യൽ റെസല്യൂഷൻ. ഓക്കെ ആണല്ലോ. ആ ഏതോ ഒരു കൊച്ചു വസ്തു, ഏത് വസ്തു ആയിക്കോട്ടെ, ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലിപ്പം, വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനം വരെ കാണാൻ പറ്റുന്നുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലെങ്കിൽ അതാണ് ആ സെൻസറിൻ്റെ സ്പെഷ്യൽ റെസല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ റെസല്യൂഷൻ കുറയുന്നതിനനുസരിച്ച് ഉപഗ്രഹ ചിത്രങ്ങൾക്ക് വ്യക്തത കുറയും. അപ്പം നന്നായിട്ട് സ്പെഷ്യൽ റെസല്യൂഷൻ വേണം, എങ്കിൽ മാത്രമേ ദൂരെയുള്ള സാധനത്തിനെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അടുത്തത് വിദൂര സംവേദന സാങ്കേതിക വിദ്യ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഈ റിമോട്ട് സെൻസിങ് കൊണ്ടുണ്ടാവുന്നത്? കാലാവസ്ഥ നോക്കാം, സമുദ്ര പര്യവേഷണം നടത്താം, ഭൂവിനിയോഗം, ഇത്ര ഭൂമി വേക്കൻ്റ് ആണ് അത് മനസ്സിലാക്കാം, വരൾച്ചയും വെള്ളപ്പൊക്കം അങ്ങനെ ബാധിത പ്രദേശം കണ്ടെത്താം, ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്താം, നിയന്ത്രിക്കാം. അതുപോലെ വിളകളുടെ വിസ്തൃതി, കീടബാധ, അതൊക്കെ വിവരങ്ങൾ ശേഖരിക്കാം. വിളകളുടെ വളർച്ച, കീടബാധയുടെ വ്യാപനം മനസ്സിലാക്കാം, എണ്ണ പര്യവേഷണം, ഭൂഗർഭജലം കണ്ടെത്തുക, ഇങ്ങനെ പല രീതിയിൽ ഇതിന് ഉപയോഗമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഒരു ടോപ്പിക്കാണ് ഭൂവിവര വ്യവസ്ഥ, അല്ലേ? ഭൂവിവര വ്യവസ്ഥ അതെന്താ? ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ, ചിത്രങ്ങൾ അല്ലെങ്കിൽ ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ. കാര്യം മനസ്സിലായോ? ഇപ്പം നമ്മൾ കുറേ നേരമായിട്ട് പറയുന്നില്ലേ, ഭൂപടങ്ങളുണ്ട്, അതുപോലെ ആകാശീയ ചിത്രങ്ങൾ നമ്മൾ ഉപഗ്രഹങ്ങൾ വഴിയും പട്ടികകൾ വഴിയും സർവേ നടത്തി ഒത്തിരി ഡേറ്റാസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഭൂമിയെ പറ്റിയിട്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ സിസ്റ്റത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും അത് പിന്നീട് വിശകലനം നടത്തുന്നതിനും എല്ലാം തന്നെ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവര സഞ്ചയ വ്യവസ്ഥയിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 തരം വിവരങ്ങളെ ആധാരമാക്കിയാണ് ഭൂവിവര വ്യവസ്ഥയിൽ എല്ലാ വിശകലനങ്ങളും നിർവഹിക്കുന്നത്. ഒന്ന് സ്ഥാനീയ വിവരം, 2 വിശേഷണം. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് സ്ഥാനീയ വിവരം? ഭൗമ ഉപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടായിരിക്കും. നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെയാണ് നമ്മൾ സ്ഥാനീയ വിവരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ സവിശേഷതകൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? ഇപ്പോൾ പർവ്വതം അല്ലെങ്കിൽ ഇപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞു, കിണർ പോലും പറയുന്നുണ്ട്. അപ്പോൾ ആ ഉപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും ഓരോ പർട്ടിക്കുലർ സ്ഥാനമുണ്ട്. അപ്പോൾ നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഈ ഭൗമോപരിതല സവിശേഷതകളെ നമ്മൾ സ്ഥാനീയ വിവരം എന്ന് വിളിക്കും. ഇനി സ്ഥാനീയ വിവരങ്ങളുടെ വിശേഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങളെയാണ് നമ്മൾ വിശേഷം. ഇപ്പോൾ ഞാനിപ്പോൾ 3 കൊല്ലം മുമ്പ് ഒരു ഇതെടുത്തു, ഡേറ്റ സ്ഥിരീകരിച്ചു, ഡേറ്റയുടെ ലൊക്കേഷനും എല്ലാം നോക്കി വെച്ചു. 3 കൊല്ലം കഴിയുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരില്ലേ? അതിനെയാണ് നമ്മൾ വിശേഷണങ്ങൾ എന്ന് വിളിക്കുന്നത്, അധിക വിവരങ്ങളെ. ഇപ്പോൾ ഭൂപടത്തിൽ ഒരു കിണർ ഒരു സ്ഥാനീയ വിവരമാണെങ്കിൽ ആ കിണറിന് പ്ലാറ്റ്ഫോം ഉണ്ടോ, എത്ര ആഴമുണ്ട്, അത് ശുദ്ധജലമാണോ, ഉടമസ്ഥത ആർക്കാണ്, എന്നിവയെല്ലാം എന്താണ്? കിണറിനെ സംബന്ധിക്കുന്ന വിശേഷണങ്ങളാണ്. ഇനി ഇൻ കേസ് ആ ഒരു കിണറിൻ്റെ പ്ലാറ്റ്ഫോം ഇടിഞ്ഞു പോയി, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യണ്ടേ? അതും ഒരു വിശേഷണമാണെന്ന് നമുക്ക് പറയാം. പുതിയൊരു ഡേറ്റയാണ് അതിനെ പറ്റിയിട്ട് കൊടുക്കുന്നത്. അത് നോക്കാം. ഭൂവിവര വ്യവസ്ഥയിലെ പാളികൾ എന്താണെന്ന് നോക്കാം. ഭൂവിവര വ്യവസ്ഥയിലെ പാളികൾ. ഇപ്പോൾ ഭൂവിവര വ്യവസ്ഥയിലെ ഓരോ സ്ഥാനീയ വിവരങ്ങളും പ്രത്യേകമായി വിശകലനം ചെയ്യുന്നതിന് വേണ്ടി വെവ്വേറെ ഭൂപടങ്ങളായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഭൂവിവര വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അതിനകത്ത് ഓരോ സ്ഥാനീയ വിവരങ്ങളും നമുക്ക് പർട്ടിക്കുലറായിട്ട് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വിശകലനം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെവ്വേറെ ഭൂപടങ്ങൾ, അതിനെയാണ് നമ്മൾ പാളി എന്ന് വിളിക്കുന്നത്. വേറെ പാളികളായിട്ടാണ് ഓരോന്നും ചേർത്തിരിക്കുന്നത്.
ഇങ്ങനെ ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കുന്ന വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെയാണ് നമ്മൾ പാളികൾ എന്ന് വിളിക്കുന്നത്. വിഷയാധിഷ്ഠിത മീൻസ് ഓരോ പർട്ടിക്കുലർ കാര്യങ്ങളെയും മാറ്റി 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 ഓരോ ഭൂപടമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഭൂപടങ്ങളെയാണ്, വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെയാണ് പാളി എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നീർച്ചാലിനെ പറ്റി, അല്ലെങ്കിൽ റോഡ്, ആ പർട്ടിക്കുലർ പ്രദേശത്തെ നീർച്ചാല്, റോഡ്, നെൽപ്പാടം, വനം, ഇതെല്ലാം വെവ്വേറെയായിട്ട് നൽകും. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സ്ഥാനീയ വിവരങ്ങളെ തിരഞ്ഞെടുക്കാനും കൂട്ടിച്ചേർക്കൽ നടത്താനും വിശകലനം നടത്താനും ഒക്കെ സാധിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നോക്കാം, ഭൂവിവര വ്യവസ്ഥയുടെ വിശകലന സാധ്യത എന്തൊക്കെയാണ് വിശകലനം എന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന് ശൃംഖലാ വിശകലനം, ആവൃത്തി വിശകലനം, ഓവർലേ വിശകലനം എന്നിവയാണ് ഭൂവിവര വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട വിശകലന സാധ്യത എന്ന് പറയുന്നത്. അടുത്തത് ഓവർലേയുടെ വിശകലനം. ഓവർലേ വിശകലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഓവർലേ വിശകലനം. ഒരു കാര്യം പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഭൂവിവര വ്യവസ്ഥ എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട്. ഒന്ന് ഓവർലേ വിശകലനം നടത്താം. എന്താ അത്? ഒരു പർട്ടിക്കുലർ പ്രദേശം, അവിടെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുണ്ട്. കിണർ കാണും, ഇപ്പം കുളം കാണും, ആറ് കാണും, ചാല് കാണും, പർവ്വതങ്ങൾ കാണും. അങ്ങനെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും ഇനി കുറേ നാൾ കഴിയുമ്പോൾ അതിന് മാറ്റമുണ്ടായി അല്ലേ, അതിനെല്ലാം മാറ്റം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഓവർലേ വിശകലനം ഉപയോഗിക്കാം. ഇപ്പോൾ വിളകളുടെ വിസ്തൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം, ഭൂവിനിയോഗത്തിലെ മാറ്റം എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഈ ഓവർലേ വിശകലനം സഹായകമാണ്. ഇനി എന്താണ് ഈ ആവൃത്തി വിശകലനം? ഒരു ബിന്ദുവിന് ചുറ്റുമായോ രേഖീയ സവിശേഷതകൾക്ക് ഇരുവശങ്ങളിലുമായോ നിശ്ചിത ദൂരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്നതിന് നമ്മൾ ആവൃത്തി വിശകലനം. അപ്പോൾ നിലവിലുള്ള 5 മീറ്റർ റോഡിന് 8 മീറ്റർ വീതി കൂടുമ്പോൾ ഏറ്റെടുക്കേണ്ടി വരുന്ന വീടുകൾ ആവൃത്തി വിശകലനത്തിൽ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ റോഡൊക്കെ വീതി കൂട്ടത്തില്ലേ, ആ സമയത്ത് നമ്മൾ ആവൃത്തി വിശകലനമാണ് നോക്കേണ്ടത്. അടുത്ത ശൃംഖലാ വിശകലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്, നദി തുടങ്ങിയ ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളാണ് ശൃംഖല മീൻസ് നെറ്റ്വർക്കിനകത്ത് വരുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കുറഞ്ഞ യാത്രാമാർഗം, ടോൾ ഇല്ലാത്ത പാത, ഏറ്റവും തിരക്ക് കുറഞ്ഞ പാത, വഴിയിലുള്ള ഏതൊക്കെ പെട്രോൾ പമ്പുണ്ട്, ഹോട്ടലുണ്ടോ, ആശുപത്രി ഉണ്ടോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ ശൃംഖലാ വിശകലനം ഹെൽപ്പ് ചെയ്യുന്നു. GIS സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. GISന്റെ നെറ്റ്വർക്ക് സിസ്റ്റം. അത് ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരിക്കും പ്രയോജനം? അതായത് പല ഉറവിടങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെല്ലാം കൂടെ സംയോജിപ്പിക്കാം, വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാം, കൂട്ടിച്ചേർക്കാം നമ്മൾ പറഞ്ഞു. അതുപോലെ ഓരോന്നിൻ്റെ വിഷയാധിഷ്ഠിത പഠനം നടത്താം, ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കാം, അതുപോലെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളുടെയും പ്രക്രിയകളുടെയും ദൃശ്യമാതൃകകൾ സൃഷ്ടിക്കാം, ഭൂപടങ്ങൾ, പട്ടികകൾ എന്നിവ നിർമ്മിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. അടുത്ത അമേരിക്കൻ ഐക്യനാടുകളുടെ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനത്തിന്റെ പേരെന്താണ്? GPS സിസ്റ്റം അല്ലേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. എവിടെയാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമാണ് GPS സിസ്റ്റം. അതുപോലെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തുണ്ട് അല്ലേ, അതേതാണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലേ, അത് താഴോട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് ഇന്ത്യയുടെ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS എന്ന് പറയും. അടുത്ത് നോക്കാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പം ഭൗമ ഉപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, സമയം, ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനത്തെ നമ്മൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS സിസ്റ്റം എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഭൗമോപരിതലത്തിൽ നിന്നും 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥങ്ങളായി 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയാണ് നമ്മുടെ ഈ സ്ഥാനനിർണ്ണയം നടത്തുന്നത്. എത്രയാണ്? 20,000 മുതൽ 20,200 കിലോമീറ്ററിന് വരെയുള്ള ഉയരത്തിൽ 6 വ്യത്യസ്ത ഭ്രമണപഥത്തിൽ 24 ഉപഗ്രഹങ്ങളുടെ ഒരു ശ്രേണി, ഒരു സീരീസ് ഉണ്ട്. അവരാണ് ഇത് നടത്തുന്നത്. ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മുടെ കൈവശമുള്ള സ്വീകരണ ഉപാധിയിൽ ലഭ്യമായ, അതായത് ഫോണൊക്കെ വെച്ച് നമ്മൾ ലൊക്കേഷൻ നോക്കത്തില്ലേ, ലഭ്യമായാലും നമുക്ക് സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കും. ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നൽ എങ്കിലും ലഭ്യമായാൽ മാത്രമേ GPS-ന് എന്ത് പറ്റൂ? അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം തുടങ്ങിയ വിവരങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സൈനിക ആവശ്യങ്ങൾക്ക് അമേരിക്കൻ ഐക്യനാടുകൾ ഉപയോഗിച്ച ഈ സംവിധാനം 80 മുതലാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമായത്. ആദ്യമായിട്ട് സൈനിക ആവശ്യങ്ങൾക്ക് അമേരിക്കൻ ഐക്യനാടുകളാണ് നമ്മുടെ GPS സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1980 മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങി. ഇനി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണ്ണയ സംവിധാനത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒട്ടും വിട്ട് കളയാതെ നമ്മുടെ ഈ ഒരു സെക്ഷൻ, അതായത് റിമോട്ട് സെൻസിങ് GIS സിസ്റ്റത്തിനകത്തുനിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പ്, അതുപോലെ സയൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. സൈൻ ഏതാണെന്ന് ചോദിക്കാൻ, ഇന്ന സൈൻ എന്ന് ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിലും ഇപ്പോൾ PSC പടമൊക്കെ തന്നിട്ട് ചോദിക്കുന്നുണ്ട്. സോ പുസ്തകം നോക്കിയിട്ട് ആ സയൻസ് കൂടെ ഒന്ന് നോക്കാം. ദെൻ റിമോട്ട് സെൻസിങ്ങും ജിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അത്രയും കൂടെ നമ്മൾ തീർത്തിട്ടുണ്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.